ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഓൺലൈൻ ബൈബിൾ ക്വിസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും ട്രിക്കി ചോദ്യങ്ങളും ഡയറക്റ്റ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരമ്പരയാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. ആദ്യത്തെ ചോദ്യം: ഞാൻ ആഗ്രഹ സാഫല്യമാണ്, തിരുവെഴുത്തിൽ ആദ്യവും അവസാനവും ഇടയ്ക്കും എന്നെ കാണാം, എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: ഞാൻ ജീവവൃക്ഷം, ആഗ്രഹ സാഫല്യം, ഇച്ഛാനിവൃത്തി. ആദ്യം ഉൽപ്പത്തിയിൽ കാണാം, അവസാനം വെളിപ്പാടിൽ കാണാം, ഇടയ്ക്ക് സദൃശ്യവാക്യത്തിലും ജീവവൃക്ഷം കാണാം. ഉൽപ്പത്തി പുസ്തകം 2:9, വെളിപ്പാട് 22:2, സദൃശ്യവാക്യം 13:12. അടുത്ത ചോദ്യം: പൗലോസും അപ്പോസ്തലന്മാരും പിതാവിനെയും മാതാവിനെയും പോലെ കരുതിയ സഭ ഏതാണ്? ഉത്തരം: തെസ്സലോനിക്ക സഭ. 1 തെസ്സലോനിക്കർ 2:7-12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഒരു പഴയ നിയമ വ്യക്തി കടന്നുപോയ അവസ്ഥയിലൂടെ ഒരു പുതിയ നിയമ വ്യക്തി കടന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതാരാണ്? പഴയ നിയമ വ്യക്തി ആര്? പുതിയ നിയമ വ്യക്തി ആര്? ഉത്തരം: പഴയ നിയമ വ്യക്തി യോന. അവസ്ഥ: കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത്. പുതിയ നിയമ വ്യക്തി മനുഷ്യപുത്രൻ, യേശുക്രിസ്തു. പറഞ്ഞത് യേശുക്രിസ്തു. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. മത്തായിയുടെ സുവിശേഷം 12:40 വാക്യം. അടുത്ത ചോദ്യം: എന്താണ് ആദ്യമേ സംഭവിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? ഉത്തരം: വിശ്വാസത്യാഗം. 2 തെസ്സലോനിക്കർ 2:3 വാക്യം. അടുത്ത ചോദ്യം: ഞാൻ ഒരു അപ്പോസ്തലനോടുകൂടെ 5 വിശ്വാസ വിഭാഗത്തിനു വേണ്ടിയും മറ്റൊരു അപ്പോസ്തലനു വേണ്ടിയും സമാനമായ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ആരാണ്? അപ്പോസ്തലന്മാർ ആരൊക്കെ? ഉത്തരം: ഞാൻ സില്വാനോസ്, സമാനമായ മേഖല, ലേഖനം എഴുതിയത്. പത്രോസിനോടുകൂടെ വിശ്വാസ വിഭാഗം പെന്തോസ്, ഗലാത്യ, കപ്പദോക്യ, ആസ്യ, ബിഥുന്യ. 1 പത്രോസ് 1:1. പൗലോസിനോടുകൂടെ 1ഉം 2ഉം തെസ്സലോനിക്ക ലേഖനങ്ങൾ എഴുതുവാൻ. 1-2 തെസ്സലോനിക്കർ 1:2, 1:1. അടുത്ത ചോദ്യം: ബാധയ്ക്ക് മുമ്പും ബാധയ്ക്ക് ശേഷവും 20 വയസ്സിന് മേലോട്ട് കണക്കെടുത്ത യുദ്ധപ്രാപ്തരായ ഇസ്രായേൽ മക്കളുടെ സംഖ്യകൾ എത്രയാണ്? ഉത്തരം: ബാധയ്ക്ക് മുൻപ് 6,35,550. സംഖ്യാപുസ്തകം 1:46 വാക്യം. ബാധയ്ക്ക് ശേഷം 6,01,730. സംഖ്യാപുസ്തകം 26:51 വാക്യം. അടുത്ത ചോദ്യം: ഇതെല്ലാവർക്കുമുള്ളതാണ്, എന്നാൽ യേശുവും അഹരോനും ഇതുപയോഗിച്ചതായി പറയുന്നു. ചില എണ്ണപ്പെട്ട വനിതകൾ ഇതുപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്താണ്? ഉത്തരം: സ്വന്തം വസ്ത്രം. അഹരോൻ സമാഗമന കൂടാരത്തിന് പുറത്തിറങ്ങുമ്പോൾ സ്വന്തം വസ്ത്രം ധരിക്കണം. ലേവ്യ പുസ്തകം 16:24 വാക്യം. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ രക്താംബരം മേലങ്കി നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. മത്തായി 27:31, മർക്കോസ് 15:20 വാക്യം. 7 സ്ത്രീകൾ ഒരു പുരുഷനോട് സ്വന്തം വകകൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തുകൊള്ളാമെന്ന് പറയും. യെശയ്യാവിൻ്റെ പ്രവചനം 4:1 വാക്യം. അടുത്ത ചോദ്യം: 12 പ്രഭുക്കന്മാർ വഴിപാട് അർപ്പിച്ച ആകെ വെള്ളിത്തളികയുടെ തൂക്കം എത്രയാണ്? ഉത്തരം: 1560. 130 × 12. സംഖ്യാപുസ്തകം 7-ാം അധ്യായം. അടുത്ത ചോദ്യം: പൗലോസ് അപ്പോസ്തലൻ വർദ്ധനവ് എന്നർത്ഥം വരുന്ന ഒരു പദപ്രയോഗം
തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വാക്ക് ചേർന്ന് വരുന്ന 5 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം വർദ്ധനവ്, പൊലിപ്പിക്കുക. 2 കൊരിന്ത്യർ 9 അധ്യായം 10 വാക്യം. ദക്കപ്പൊലി മത്തായി 4:25. നവപ്പൊലി അപ്പോസ്തലപ്രവൃത്തി 16:11. അംഭിപ്പൊലി അപ്പോസ്തലപ്രവൃത്തി 17:1. ഹീരപ്പൊലി കൊലോസ്യ ലേഖനം 4:13. നിക്കോപ്പൊലീസ് തീത്തോസ് 3:12. അടുത്ത ചോദ്യം, ഇല്ല എന്ന് പത്രോസും പൗലോസും ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഉത്തരം മുഖപക്ഷം. അപ്പോസ്തലപ്രവൃത്തി 10 അധ്യായം 34 വാക്യം. റോമാലേഖനം 2 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, ഒരു ഭരണാധിപൻ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി ഇതിന് സമാനമായത് ചെയ്യുവാൻ ഒരു സ്ത്രീയോട്, ദേശത്തിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന സ്ത്രീ, വ്യക്തിയല്ല, ഒരു പ്രവാചകൻ പറയുന്നു, എൻ്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ ഈ പ്രവൃത്തി ചെയ്യട്ടെ എന്നും ഒരു വ്യക്തി പറയുന്നു. ഉത്തരം മാവ് പൊടിക്കുക. ഭരണാധിപൻ ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം 21 വാക്യം. സ്ത്രീ കൽദയപുത്രി, ബാബേൽ പുത്രിയായ കന്യക. യെശയ്യാവിൻ്റെ പ്രവചനം 47 അധ്യായം 1-2 വാക്യങ്ങൾ. ഭർത്താവ് ഇയ്യോബ് പറഞ്ഞത്, ഞാൻ കൂട്ടുകാരൻ്റെ വാതിൽക്കൽ പതിയിരുന്നുവെങ്കിൽ ഭാര്യ മറ്റൊരുത്തന് മാവ് പൊടിക്കട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 31 അധ്യായം 9-10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ വിളക്ക് എന്താണ്? ഉത്തരം മനുഷ്യൻ്റെ ആത്മാവ്. സദൃശവാക്യം 20 അധ്യായം 27 വാക്യം. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്.